എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റെസിപ്പിയാണ് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ചെമ്മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കേ. എരിവും പുളിയും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഒരു തവണ തയ്യാറാക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെസിപ്പിയും കൂടി തന്നെയാണ്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ രുചികരമായ ചെമ്മീൻ റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ആദ്യം നമുക്ക് ഈ ചെമ്മീൻ കറിക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. തേങ്ങ അരച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഞാനൊരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, പിന്നെ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ട് 4 എണ്ണമേ എടുത്തിട്ടുള്ളൂ. ഇനി എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങ ചിരകിയതും വറ്റൽമുളകും എല്ലാം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ലേശം വെള്ളം ചേർത്ത് തന്നെയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഈ ഒരു കറിക്ക് അത്യാവശ്യം എരിവുണ്ടാവും. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയെടുത്താൽ മാത്രം മതി. ഇനി വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ആവശ്യമുണ്ട്. ഞാനൊരു 12 പീസോളം ചെറിയുള്ളി വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. സവോളയൊന്നും ചേർത്ത് കൊടുക്കരുത്, ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും, ഒരു 3 പച്ചമുളകും, ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇവയാണ് നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഈ മൺചട്ടിയിലോട്ട് നമുക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉലുവ മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതോടൊപ്പം തന്നെ കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇവ വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള കറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. അതിനാണ് കൂടുതലും ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും വേണം തയ്യാറാക്കി എടുക്കാനും. ഉള്ളി ചെറുതായിട്ട് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഒരെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് നുറുക്കിയെടുത്ത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ തക്കാളി ചേർക്കുന്നതിന് പകരം നമുക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്ത് വേണമെങ്കിലും ഈ ചെമ്മീൻ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താലും വളരെ ടേസ്റ്റ് തന്നെയാണ്. ഈ തക്കാളിയോടൊപ്പം ഞാൻ ഒരു ചെറിയ പീസ് കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ചെമ്മീൻ കറി തയ്യാറാക്കി എടുക്കുന്നത്. തക്കാളിയും ഒന്ന് വഴന്ന് കിട്ടണം, അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ ഒരു രീതിയിൽ ചെമ്മീൻ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് പങ്കുവച്ചേക്കുന്നത്. സാധാരണ ചെമ്മീൻ കിട്ടിയാൽ നമ്മൾ ചെമ്മീൻ തീയലും ചെമ്മീൻ റോസ്റ്റും ഒക്കെയാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ പച്ചത്തേങ്ങ അരച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കിക്കേ. നല്ല കിടു ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല മഷി പോലെ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2-3 മിനിറ്റ് നമ്മൾ ആ തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു കൂട്ടിലോട്ട് ഞാൻ ഒരു കഷ്ണം കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പുളിയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പുളി നോക്കിയിട്ട് വേണം നിങ്ങൾ പുളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. കുടംപുളി ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം കറിക്ക് ഗ്രേവി വേണം, അതുപോലെ നമ്മൾ എടുക്കുന്ന ചെമ്മീൻ എത്രയുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇവ നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇവയൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത വെള്ളം എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 450 ഗ്രാമോളം ചെമ്മീനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ തിളച്ച് വന്നിരിക്കുന്ന ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മളൊന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനും നല്ല ടേസ്റ്റാണ്. തേങ്ങയൊക്കെ അരച്ചതായത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെമ്മീനൊക്കെ കറി തയ്യാറാക്കി എടുത്താൽ. ഞാൻ എല്ലാ പീസസും ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെമ്മീൻ്റെ പീസസൊക്കെ റബ്ബർ പോലെ ആകുമല്ലോ. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ 3 പച്ചമുളക് നേരത്തെ എടുത്ത് വെച്ചിരുന്നു, അവയും കൂടെ നെടുകെ പിളർന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിയും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചത്തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തക്കാളിക്ക് പകരം നിങ്ങൾക്ക് മാങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് തയ്യാറാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിനകത്തൊന്ന് വറവൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. 3/4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് പാനിലോട്ട് ഒഴിച്ചേക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാനൊരു 3 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറി ലീഫും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി കറിക്കൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു നുള്ളി കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മൂപ്പിച്ച കൂട്ടും കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കറിയിലോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കറി കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ടാകുകയും ചെയ്യും. കറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഉടനെ തന്നെ സെർവ് ചെയ്യില്ല, കുറച്ച് നേരം വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ കുറുകി വരും. മൺചട്ടിയിലായതുകൊണ്ട് കുറച്ചും കൂടെ കുറുകി വരത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം സ്റ്റൗ ഓഫ് ചെയ്ത് ഈ കറി എടുക്കാൻ. നല്ല പുളിയും എരിവുമുള്ള ഒരു ചെമ്മീൻ കറിയാണ്. ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഒരു തവണ തയ്യാറാക്കിയാൽ തീർച്ചയായിട്ടും ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വീണ്ടും നിങ്ങൾ തയ്യാറാക്കാൻ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയും കൂടിയാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ. ചെമ്മീനൊക്കെ വാങ്ങിക്കുമ്പോൾ എന്നും ഒരേ രീതി തയ്യാറാക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതുപോലെ പച്ചത്തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറിയും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഈ ചെമ്മീൻ കറി നിങ്ങൾ ഒരു തവണ തയ്യാറാക്കി ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് കൂട്ടുകാരുടെ ഇടയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.